والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ നമസ്കാരങ്ങൾ മുഴുവൻ സൽക്കർമ്മങ്ങളും നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട് യാത്രയിലും ഇവിടെ എത്തിച്ചേർന്നവരും എത്തിച്ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുമുണ്ട്. നമ്മുടെ മഹലിൽ നിന്നും അവിടെ എത്തിച്ചേർന്നവരും എത്തിച്ചേരാൻ വേണ്ടി വളരെ കാത്തിരിക്കുന്നവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യാത്രകളും അവിടെ അമാലുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധമായ കഅബാലയം കാണുക എന്നുള്ളത്. ആ പരിശുദ്ധമായ ഫർളായ കർമ്മം ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് നിർബന്ധമായ ഹജ്ജ് ഉംറയും അത് നമ്മുടെ ജീവിതത്തിലെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അല്ലാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകപ്പെടാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും പരിശുദ്ധമായ ഹറമിൻ്റെ മുന്നിലാണ് 30 വർഷമായി എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടും അർത്ഥമില്ല. ആ പുണ്യമായ പരിശുദ്ധമായ അമലിലും ആ പരിശുദ്ധമായ ഭൂമിയിലും ചെന്നെത്താൻ സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത് പലരും പറയാറുണ്ട്. 35 വർഷമായിട്ട് ഞാൻ മക്കയിലാണ് ജോലി, ഹറമിനടുത്താണ് ജോലി എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഉംറ പോലും അയാളുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തൗഫീഖാണ് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഹദീസിലൂടെ അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഹജ്ജിൻ്റെ നിർബന്ധത വമലക സാദൻ വറാഹിലതൻ തുബല്ലിഗു ഇലാ ബൈത്തില്ലാഹി വലം യഹജ്ജു ഫലാ അലൈഹി അൻ യമൂത യഹൂദിയ്യൻ വലാ നസ്റാനിയ്യൻ. പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും സിയാറത്തിനും ഒക്കെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോയി ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകാനുള്ള തൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ, ഒന്നുകിൽ യാത്രാ സൗകര്യങ്ങൾ, ആരോഗ്യപരമായ സൗകര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെ അതിനാവശ്യമുണ്ടോ അതൊക്കെ ഒത്തിണങ്ങി ഒരു മനുഷ്യന് വരികയും എന്നിട്ട് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് അയാൾ പോകാതെ അയാളുടെ ജീവിതത്തിൽ ഹജ്ജും ഉംറയും ഒക്കെ പെൻഡിങ്ങിലാക്കി മാറ്റിവെച്ചിട്ട് അയാൾ ജീവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് ഫലാ അലൈഹി അൻ യമൂത യഹൂദിയ്യൻ വലാ നസ്റാനിയ്യൻ. അയാൾ സാമ്പത്തിക ശേഷിയുള്ള ആള്, ശാരീരിക ശേഷിയുള്ള ആള്, ഹജ്ജിന് കഴിവുള്ള ആള് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ ഉംറ ചെയ്യാതെ അയാൾ കഴിഞ്ഞു പോയാൽ അയാൾ യഹൂദിയോ നസ്റാനിയോ ആയിട്ട് മരിച്ചു പോകട്ടെ എന്ന് ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത്രയ്ക്ക് വളരെ ഗൗരവമുള്ള ഒരു കർമ്മമാണ് പരിശുദ്ധമായ ഹജ്ജ് ഉംറയും. സ്വന്തമായി മനസ്സിലാക്കി എനിക്ക് ഹജ്ജ് നിർബന്ധമാണോ, എനിക്ക് ഉംറ നിർബന്ധമാണോ എന്ന് ഓരോരുത്തരും സ്വയം വിലയിരുത്തി ആ പരിശുദ്ധമായ അമലുകൾക്ക് ഇനിയുള്ള വർഷങ്ങളിൽ അതിനുവേണ്ടി തയ്യാറാകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം ആ പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാൻ നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് യാത്രയായിരിക്കുന്ന ഇനി യാത്രയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന മുഴുവൻ ലോകത്തിലെ ഹാജിമാർക്കും ഹജ്ജുമാർക്കും അല്ലാഹു മഖ്ബൂലും മർദിയുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹലിൽ നിന്ന് പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അവരുടെ കുടുംബാദികൾക്കും ഒക്കെ അല്ലാഹു തആല എല്ലാവിധമായ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും അവരുടെ പ്രാർത്ഥനകളിൽ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.